ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്ന് നമ്മൾ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് പേപ്പറിലെ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൗഡില്യ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ തിങ്കറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കൗഡില്യ മാസ്റ്റർ സ്ട്രാറ്റജീസ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള നമുക്കറിയുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുണ്ടാവും കൗഡില്യ എന്ന് പറഞ്ഞിട്ടുള്ള ചാണക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഫിലോസഫറെ കുറിച്ച്. അപ്പോൾ പുരാതന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഐഡിയോളജി പരമായിട്ട് അല്ലെങ്കിൽ നല്ല ടാക്റ്റിക്കുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫിലോസഫറായിരുന്നു കൗഡില്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം അറ്റ് എ ടൈം ഒരു എന്താ പറയുക അധ്യാപകനുമായിരുന്നു കൗഡില്യ. ഇദ്ദേഹം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് നിലകൊണ്ടിരുന്നത്. ഒരുപാട് അദ്ദേഹം ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അങ്ങനെ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു രാജവംശത്തെ വളർത്താനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, വടക്ക് ഭാഗങ്ങളിൽ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ഏതാണ്ട് എല്ലാ രാജവംശങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൂടുതലായിട്ട് മറ്റ് രാജവംശങ്ങൾ തകർത്തുകൊണ്ട് തന്നെ നമ്മുടെ രാജവംശം കെട്ടിപ്പടുക്കണമെന്നൊരാശയത്തിലേക്ക് ചാണക്യതന്ത്രങ്ങൾ, അല്ലെങ്കിൽ ചാണക്യൻ്റെ തന്ത്രങ്ങളെ ചന്ദ്രഗുപ്തനും ഏറ്റെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് സാമ്രാജ്യത്തെ വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം ചാണക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. അതിൽ നിന്നാണ് ചാണക്യൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അതുകൊണ്ട് വിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് വിഷ്ണുഗുപ്തൻ എന്ന പേര് നാമകരണം ചെയ്യുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ, അതായത് ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില എന്ന് പറയുന്നത്, ഇന്നത് ടാക്സില യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും എക്കണോമിക്സിൻ്റെയൊക്കെ ചരിത്ര പഠനത്തിന് വേണ്ടിയുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എപ്പോഴും അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ആണ്. അർത്ഥശാസ്ത്ര എന്ന് പറയും. ഒരു മോണുമെൻറ്റ്സ് പോലെ, അല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്ക് ഇന്നും നമുക്ക് വിലപ്പെട്ട കനി എന്നൊക്കെ പറയുന്ന ഒന്നാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രയിലാണ് അദ്ദേഹം ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം, ആ രാജ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിലനിൽക്കേണ്ടത്, ഒരു രാജ്യത്തിന് വേണ്ട ഘടകങ്ങൾ എന്തെല്ലാമെന്ന്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു രാജ്യത്തിൻ്റെ ഗവർണൻസും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ 15 ബുക്കിൻ്റെ ഒരു സമാഹാരമാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക വേഴ്സസ്, അല്ലെങ്കിൽ ഒരുപാട് അധ്യായങ്ങൾ നിലനിൽക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് കേട്ടോ. അതിനെ സയൻസ് ഓഫ് വെൽത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുകയും കൂടി ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ കൺസെപ്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് ടോപ്പിക്കാണ് ദ സപ്താംഗ തിയറി ഓഫ് ദി സ്റ്റേറ്റ്, തിയറി ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ളത്. അതായത് 7 ഘടകങ്ങൾ ആവശ്യമാണ് ഒരു സ്റ്റേറ്റിന് എന്നുള്ളതാണ് കൗഡില്യ വിഭാവനം ചെയ്യുന്നത്. 7 ഘടകങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അത് സ്റ്റേറ്റായിട്ട് എന്ത് ചെയ്യുള്ളൂ, പ്രഖ്യാപിക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റായിട്ട് രൂപീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് കൗഡില്യൻ്റെ ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 7 ഘടകങ്ങളാണ്. ആ ഫസ്റ്റ് ഘടകമാണ് സ്വാമി, കിങ് എന്നുള്ളതാണ്. കിങ് എപ്പോഴും ദ സോവറൈൻ റൂളർ ആയിരിക്കണം, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു ഐഡിയൽ കിങ് എന്നുള്ള കൺസെപ്റ്റ്, എപ്പോഴും ഒരു രാജ്യത്തിന് രാജാവ് ഉണ്ടായിരിക്കണം എന്നുള്ള പറയുന്ന കൺസെപ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അമർത്യ എന്നുള്ളതാണ്. ഈ രാജാവിനെ സപ്പോർട്ടീവ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന അഡ്വൈസേഴ്സ് ബോഡി, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിലനിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്.
ദെൻ മറ്റൊന്നാണ് ജനപദ എന്ന് പറയുന്നത്. ഐ മീൻ ടെറിട്ടറി ആൻഡ് പീപ്പിൾ എന്ന് പറയാം. എപ്പോഴും ഒരു രാജ്യത്തിന് എന്തുണ്ടായിരിക്കണം, ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം അല്ലേ. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ രാജ്യം ഭരിക്കപ്പെടുന്നത്. ആ ബൗണ്ടറിക്കുള്ളിൽ നിലനിൽക്കുന്ന ജനങ്ങളെയാണ് ആര് ഭരിക്കുന്നത്, സ്വാമി ഐ മീൻ കിങ് ഭരണം നടത്തുന്നത്. ദെൻ മറ്റൊന്നാണ് ദുർഗ എന്ന് പറയുന്നത്. ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഐ മീൻ ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് മെക്കാനിസം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കോശ എന്നുള്ളതാണ്. കോശ എന്ന് പറഞ്ഞാൽ ട്രഷറി എന്നുള്ളതാണ്. ട്രഷറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒബ്വിയസ്ലി വെൽത്തിനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് റൺ ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, വെൽത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ആൻഡ് മറ്റൊന്നാണ് മിത്ര എന്ന് പറയും, അലയൻസ് എന്നുള്ളതാണ്. അലയൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുക, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ്. നമ്മളൊരു രാജ്യവുമായിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് എപ്പോഴും എന്തുണ്ടായിരുന്നു, ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടായിരിക്കണം. അതായത് ശത്രുതാ മനോഭാവം അല്ലാണ്ട് എപ്പോഴും നമ്മൾ സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്കൊരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സഹായം തേടാൻ സാധിക്കുന്ന ഒരു അലയൻസ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഒരു രാജ്യത്തെ സംബന്ധിച്ച് കീപ്പ് ചെയ്യാൻ പറ്റണം. ദെൻ ലാസ്റ്റ് വണ്ണാണ് ദണ്ഡ എന്ന് പറയും. ദണ്ഡ എന്ന് മീൻസ് ആർമി എന്നുള്ളതാണ്. അതായത് നമ്മൾ സപ്പോർട്ടീവായിട്ട് നമ്മൾ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഒരു രാജ്യത്തിൻ്റെ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്താ പറയുക, നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ, സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങളാണ് ഒരു തിയറി ഓഫ് സ്റ്റേറ്റിൻ്റെ കണ്ടൻറ്റുകളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഐഡിയൽ കിങ്. നമ്മൾ അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്വാമി എന്ന് പറയുമ്പോൾ കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ, ഒരു കിങ് ഉണ്ടായിരിക്കണം എന്ന്. അങ്ങനെയുള്ള കിങ്ങിൻ്റെ വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു വെക്കുന്നത്. 4 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വന്നാൽ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ളത്. അതായത് ഒരു രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും സെൽഫായിട്ട് എന്തെങ്കിലും ഒരു കൺട്രോളുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ദേഷ്യമാണെങ്കിലും ഹങ്കറാണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും കോപമാണെന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള വികാരങ്ങളെയാണെന്ന് അത് കൺട്രോൾ ചെയ്ത് ആ രാജ്യത്തിന് വേണ്ട ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കാൻ ആർക്ക് പറ്റണം എന്നുള്ളതാണ് പറയുന്നത്, കിങ്ങിന് കഴിയണമെന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെൽഫെയർ ഓഫ് ദ സബ്ജക്ട്സ് എന്നുള്ളതാണ്. അതായത് എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് രാജാവ് പ്രവർത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുമ്പോഴേ രാജാവിന് എന്തുണ്ടാവുള്ളൂ, ക്ഷേമം ഉണ്ടാവുള്ളൂ എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ദെൻ മറ്റൊന്നാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് പറയുന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രേറ്റ് ക്രാഫ്റ്റിലൂടെ കൂടിയിട്ടും അതേപോലെ തന്നെ വേദാസ് ഉപനിഷത്തുകളിലൂടെയൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ലേൺ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, എപ്പോഴും ഒരു രാജാവ് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാൻ എപ്പോഴും പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് അക്സസിബിലിറ്റി എന്നുള്ളത്. അക്സസിബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെപ്പോഴും അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി, ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിരിക്കണം, അതേപോലെ രാജ്യത്തിനോടും റെസ്പോൺസിബിളായിട്ട് നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ലോ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് നീതി എന്നുള്ള ആശയം അല്ലെങ്കിൽ നിയമം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 3 പീരിയോഡിക്കായിട്ട് അല്ലെങ്കിൽ പീരിയോഡ് ടേബിൾ പോലെ, പിരമിഡ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, 3ആയിട്ട് ഈ ആശയത്തെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വന്നാൽ ധർമ്മ എന്നുള്ളതാണ്. ധർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് മോറൽ ലവ് ആൻഡ് റൈറ്റ്നെസ്നെസ് എന്നുള്ളത്. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള എപ്പോഴും എന്തുണ്ട്, നമുക്കൊരു കടമയുണ്ടായിരിക്കും, രാജ്യത്തിലെ ജനങ്ങൾക്ക് കടമയുണ്ടായിരിക്കും, കർത്തവ്യമുണ്ടായിരിക്കും. അത് അത്തരം കർത്തവ്യങ്ങളും കടമകളും നിയമങ്ങളുമാണ് ധർമ്മ എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് വ്യവഹാര എന്നുള്ളതാണ്. അതായത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ കോഡ് അല്ലെങ്കിൽ അത് ആ നിയമങ്ങൾ നമ്മൾ ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുണ്ടായിരിക്കും. അത് ഒബ്വിയസ്ലി നമ്മളുടെ രാജാവായിരിക്കും എന്നുള്ളതാണ്. ദെൻ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ദണ്ഡ എന്നുള്ളതാണ്, പണിഷ്മെൻറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത്. അതായത് ഈ പണിഷ്മെൻറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീതി നടപ്പിലാക്കണം. എപ്പോഴും നമ്മൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അത്
പണിഷബിളായിട്ട് തന്നെ ഒഫൻസായിട്ട് മാറ്റണം. കാരണം അങ്ങനെ അല്ലാണ്ട് ഇരിക്കുമ്പോൾ തെറ്റുകൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങും. ഇത് പണിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ആളുകൾ കുറച്ചു കൊണ്ടുവരുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസിയാണ്. ഫോറിൻ പോളിസി വിദേശ നയം എന്നുള്ളതാണ്. കൗടില്യക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിലുള്ള വിദേശ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു വിദേശ നയത്തെ അദ്ദേഹം 2 രീതിയിലാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ദ മണ്ഡല തിയറി എന്നുള്ളതാണ്. മണ്ഡല തിയറിയിൽ അദ്ദേഹം 4 കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അതായത് നമ്മളൊരു രാജ്യവുമായിട്ട് മുന്നോട്ട് ഫോറിൻ പോളിസി ഡിപ്ലോമസി നിലനിർത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ രാജ്യവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടാകുമ്പോൾ വിദേശ നയം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഫസ്റ്റ് നമ്മളൊരു പീസ്ഫുള്ളായിട്ട് സന്ധി എന്ന് പറയും. ഇതൊക്കെ ഒരു എന്താ പറയുക, സാൻസ്ക്രിറ്റ് ലാംഗ്വേജുകളാണ് കേട്ടോ. അപ്പോൾ സന്ധി എന്ന് പറയും, പീസ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, സമാധാനപരമായിട്ടുള്ള ട്രീറ്റീസുകൾ ഒപ്പുവെക്കുക, അല്ലെങ്കിൽ നെഗോസിയേഷൻസ് നടത്തുക, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റ്സുകളായിട്ടോ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് എന്ത് ചെയ്യുക, ഒരു പീസ് കരാറുകൾ എന്ത് ചെയ്യുക അവിടെ സൃഷ്ടിക്കുക. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വിഗ്രഹ എന്നുള്ളതാണ്, അഥവാ വാർ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ക്ഷമിച്ചിരിക്കുക. അപ്പോൾ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കും അവർക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും ഒരു സന്ദർഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ യുദ്ധത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ യാന എന്നുള്ളതാണ്. അതായത് മിലിറ്ററി മാർച്ച് ദി പ്രിപ്പറേഷൻ ഇൻസ്റ്റെല്ലിങ്നെസ് ആൻഡ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് നെവർ ആക്ഷൻ ഇമ്പൾസസ് എന്നുള്ളതാണ്. അതായത് മിലിറ്ററി എക്സ്പെഡീഷൻ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, മിലിറ്ററി സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ആണ് ആസന എന്നുള്ളത്. ആസന എന്നാൽ 2 ടീമുകളും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രലായിട്ടുള്ള ഒരു പൊസിഷന് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി കൗടില്യയുടെ വാർ തിയറിയാണ് ദ ആർട്ട് ഓഫ് വാർ എന്ന് പറയും. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, വാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് കാരണം കൊണ്ടും യുദ്ധം സംഭവിക്കാം. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടേമുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ യുദ്ധത്തിന് വരുന്ന ടീം ആരാണോ അല്ലെങ്കിൽ മറ്റു രാജ്യം ആരാണോ അവരെയും കൂടെയും എന്ത് ചെയ്യണം, അറിയിക്കണം എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ നിയമാവലികളൊക്കെ പാസ്സാക്കിയിട്ട് അല്ലെങ്കിൽ അത് രണ്ടിനെ കുറിച്ചും ചർച്ച ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, യുദ്ധം തീരുമാനിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. മറ്റൊരു ഓപ്ഷൻ പറയണത്, ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തകർന്നു നിൽക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ അവരെ പോയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും മിലിറ്ററി സപ്പോർട്ടോട് കൂടിയിട്ട് തകർക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ 2 പേരും കൂടെ ഒരു പീസ്ഫുള്ളായിട്ട് നിന്ന് സംസാരിച്ചിട്ട് അത് ഒത്തുതീർപ്പിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ദ ആർട്ട് ഓഫ് വാറിൽ പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം, ഇന്നും നമ്മുടെ കൗടില്യക്ക് എന്തുണ്ട്, റെലവൻസ് ഒരുപാടുണ്ട്. റെലവൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്റ്റേറ്റിനെ എടുത്തു നോക്കിയാൽ മതി. ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ആ രാഷ്ട്രം എങ്ങനെ ഭരിക്കേണ്ട ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആശയം അല്ലെങ്കിൽ തിയറി ഓഫ് സ്റ്റേറ്റ് അപ്പാടെ ഇന്നും നിലനിൽക്കുന്ന ഒന്നാണെന്ന് പറയാം. അതേപോലെ തന്നെ വാറിലേക്ക് വരുമ്പോൾ, നമ്മളൊരു രാജ്യവുമായിട്ട് മറ്റു രാജ്യങ്ങൾ ശത്രുതാ മനോഭാവം ഫോളോ ചെയ്യുമ്പോൾ അവിടെ നിലനിൽക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതൊക്കെ കൗടില്യ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്നും എന്താണ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നും എന്താണ്, ഭയങ്കര റെലവൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് കൗടില്യയുടെ കൺസെപ്റ്റുകൾ ഇന്നൊരു ലെഗസിയാണ്, അല്ലെങ്കിൽ ഇന്നും ഒരുപാട് റെലവൻസ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.